ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം കത്തിയമർന്നപ്പോൾ നഷ്ടപ്പെട്ടത് നിരവധി ജീവനുകളാണ്. വിമാനത്തിലുണ്ടായിരുന്ന ആളുകൾക്കൊപ്പം വിമാനം ഇടിച്ചിറങ്ങിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കും ജീവൻ നഷ്ടമായി. രാജ്യത്തുണ്ടായ രണ്ടാമത്തെ വലിയ വിമാന അപകടമായാണ് അഹമ്മദാബാദ് അപകടത്തെ കണക്കാക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ വിമാന അപകടമുണ്ടായത് 1996 നവംബർ 12-നാണ്. ഹരിയാനയിലെ ചർക്കി ദദ്രി ജില്ലയിൽ സൗദി വിമാനവും കസാക്കിസ്ഥാൻ വിമാനവും കൂട്ടിയിടിച്ചു. രണ്ട് വിമാനങ്ങളിലുമായി ഉണ്ടായിരുന്ന 349 പേരും മരിച്ചു. ചരിത്രത്തിൽ ഇന്നുവരെയുള്ളതിൽ ഏറ്റവും മാരകമായ ആകാശ കൂട്ടിയിടി. വ്യോമയാന ചരിത്രത്തിലെ മൂന്നാമത്തെ മാരകമായ വിമാനാപകടം. പൈലറ്റിന്റെ വീഴ്ചയായിരുന്നു ആ അപകടത്തിന് കാരണം. അപകടങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. 1978 ജനുവരി 1-നുണ്ടായ എംപറർ അശോക വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത് 213 പേരാണ്. രാജ്യത്തെ മൂന്നാമത്തെ വലിയ വിമാനാപകടം. മുംബൈ ദുബായ് വിമാനം കരയിൽ നിന്ന് 2 മൈൽ അകലെയും പറന്നുയർന്ന് വെറും 4 മിനിറ്റിനുള്ളിലും തകർന്നു വീഴുകയായിരുന്നു. പൈലറ്റിന്റെ പിഴവും യന്ത്രത്തകരാറും അപകടത്തിന് കാരണമായി. 158 പേരുടെ ജീവനെടുത്ത അപകടമാണ് 2010-ൽ മംഗലാപുരത്തുണ്ടായത്. കർണാടകയിലെ മംഗലാപുരം വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറി കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. പൈലറ്റിന്റെ അമിതാത്മവിശ്വാസം അപകട കാരണമായി. 1976 ഒക്ടോബർ 12-ന് ബോംബെയിൽ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 171 തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 95 പേരും മരിച്ചു. 1990 ഫെബ്രുവരി 14-ന് കർണാടകയിലെ ബംഗളൂരുവിൽ ഇന്ത്യൻ എയർലൈൻസിന്റെ IC605 വിമാനം തകർന്നു വീണ് 92 പേരാണ് മരിച്ചത്. പൈലറ്റിന്റെ പിഴവും സാങ്കേതിക ആശയക്കുഴപ്പവുമൊക്കെ അപകടത്തിന് കാരണമായി. 2000 ജൂലൈ 17-ന് പാറ്റ്നയിൽ അലയൻസ് എയർ വിമാനം തകർന്നു വീണ് മരിച്ചത് 60 പേർ. കൊൽക്കത്തയിലെ പാറ്റ്നയിൽ നിന്നും ലക്നൗ വഴി ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു വിമാനം. 1993 ഏപ്രിൽ 26-ന് മഹാരാഷ്ട്രയിലെ ഔറംഗബാദിൽ ഇന്ത്യൻ എയർലൈൻസിന്റെ IC491 വിമാനം തകർന്നു വീണ് 55 പേർ മരിച്ചു. പൈലറ്റിന്റെ പിഴവും ഗതാഗതം നിയന്ത്രിക്കുന്നതിൽ ഉദ്യോഗസ്ഥരുടെ പരാജയവും ദുരന്തത്തിന് കാരണമായി. 5 വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ വിമാനാപകടമുണ്ടായത്. 2020-ൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായ് കോഴിക്കോട് വന്ദേ ഭാരത് വിമാനം തകർന്നു വീണ് പൈലറ്റ് ഉൾപ്പെടെ 20 പേരാണ് മരിച്ചത്. ടേബിൾ ടോപ്പ് റൺവേയാണ് അപകടത്തിന് കാരണമെന്നാണ് കണ്ടെത്തൽ. റൺവേയിൽ നിന്ന് തെന്നി മാറിയ വിമാനം 110 അടി താഴ്ചയിലേക്ക് വീണു. ഏറ്റവും സുരക്ഷിതമായ യാത്രാമാർഗങ്ങളിലൊന്നായാണ് വിമാനയാത്രയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വിമാനാപകടം ഉണ്ടാക്കുന്ന ആശങ്കയും ചെറുതല്ല.